Racial discrimination is a major problem that exists even today. Here we are discussing such a topic, I Too by Langston Hughes. It's a poem written by the famous American writer Langston Hughes. I Too അല്ലെങ്കിൽ I Too Sing America എന്നാണ് ഈ കവിതയുടെ full title. And this poem is included in the paper American Literature. It is for the second sem MA students of Calcutta University. Here, it is a short poem, and this poem describes racial discrimination. ഹാർലേം റിനൈസൻസിന്റെ നേതാവ് എന്നാണ് ലാങ്സ്റ്റൺ ഹ്യൂസിനെ അറിയപ്പെടുന്നത്. ഹീസ് റിഗാർഡഡ് ആസ് ദ ലീഡർ ഓഫ് ഹാർലേം റിനൈസൻസ്. ഹാർലേം റിനൈസൻസ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ എംപവർമെന്റ് ഓഫ് ദ ബ്ലാക്ക് പീപ്പിൾ ഓർ ദ നീഗ്രോസ്. അമേരിക്കയില് വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക് എന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉള്ള കാലഘട്ടത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ആ ബ്ലാക്ക് പീപ്പിൾ അല്ലെങ്കിൽ ആ നീഗ്രോ ജനതയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ആ എംപവർമെന്റിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്, ആ ഒരു മൂവ്മെന്റ് ആണ് ഹാർലം റിനൈസൻസ്. അതിന്റെ നേതാവ് എന്നാണ് ലാങ്സ്റ്റൺ ഹ്യൂസിനെ അറിയപ്പെടുന്നത്. ഹിയർ it is a short poem published in Hughes' first anthology, The Very Blues, in 1926. He is regarded as a modern poet, and in 1926 he published his first anthology. Anthology means a collection of poems. അതിന്റെ പേര് The Very Blues എന്നാണ്. ആ കളക്ഷനിലാണ്, ആ ആന്തോളജിയിലാണ് ഈ ഒരു I Too അല്ലെങ്കിൽ I Too Sing America എന്ന ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദിസ് poem shows American racism as experienced by a black man. നമ്മൾ പറഞ്ഞു this writer belongs to Harlem Renaissance. ആ ഒരു കാലഘട്ടത്തിൽ Harlem Renaissance gives more importance to or give importance to these black people and their empowerment. ഈ ഒരു കവിതയിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് പറയുന്നത്. there exists discrimination between white people and black people. White people deny his seat at the table. ഈ കവിതയുടെ മെയിൻ ഇതിവൃത്തം എന്നത് ഈ ഒരു ബ്ലാക്ക് മാൻ അദ്ദേഹത്തിന് വൈറ്റ് മാൻ്റെ വീട്ടിൽ ഒരു സ്ഥാനം നഷ്ടപ്പെടും. അതായത് when a group of people came there, he was asked to eat at the kitchen. കിച്ചണിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു. അതായത് ഇപ്പോൾ നമുക്കറിയാം വൈറ്റ് ജനതയുടെ വീട്ടിലെ സെർവൻസ് ആയിട്ടും അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ബ്ലാക്ക് ജനത ഉള്ളത്. അപ്പോൾ ഒരിക്കലും ആ ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ കവിതയിൽ കാണുന്നത്. ആൻഡ് he consoles himself as a part of America just like the white man. ഇങ്ങനെ തന്നോട് അടുക്കളയിൽ പോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറയുന്ന, ഡൈനിങ് ടേബിളിൽ നിന്നും തന്റെ സീറ്റ് നഷ്ടപ്പെട്ട് അടുക്കളയിൽ പോയി ഇരുന്ന് കഴിച്ചോളൂ എന്ന് പറയുന്ന സമയത്ത് ദ ബ്ലാക്ക് മാൻ കൺസോൾസ് ഹിംസെൽഫ്, സ്വയം ആശ്വസിക്കുന്നു. അയാൾ പറയുന്നത് ഹി ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് അമേരിക്ക ജസ്റ്റ് ലൈക്ക് ദ വൈറ്റ് മാൻ. ആ വൈറ്റ് മാനെ പോലെ തന്നെ, വെള്ളക്കാരനെ പോലെ തന്നെ താനും അമേരിക്കയുടെ ഒരു ഭാഗമാണ് എന്ന ഒരു ആശ്വാസം അദ്ദേഹം കണ്ടെത്തുന്നു. ആൻഡ് ദ poem depicts the confident speaker who promises that his host will one day welcome him in front of the guest. പിന്നീട് അദ്ദേഹം ഇവിടെ നമുക്കൊരു കോൺഫിഡന്റ് സ്പീക്കറെയാണ് കാണാൻ കഴിയുന്നത്. ദ സ്പീക്കർ ഇസ് ദ ബ്ലാക്ക് പേഴ്സൺ, ഒരു ബ്ലാക്ക് മാൻ ആണ് ഇതിനകത്തെ സ്പീക്കർ. അദ്ദേഹം ഈ ഒരു അവഗണന ഒരു കോൺഫിഡൻസ് ആക്കി മാറ്റുന്നു. അദ്ദേഹം കോൺഫിഡൻറ്റോട് കൂടി പറയുകയാണ്, വൺ ഡേ ദിസ് വൈറ്റ് മാൻ വിൽ റിസീവ് ഹിം ഇൻ ഫ്രണ്ട് ഓഫ് ദ കമ്പനി. മറ്റുള്ളവർ വരുന്ന സമയത്ത് തന്നെയും ഒരിക്കൽ അവർ സ്വീകരിക്കും എന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആൻഡ് ദ poem conveys the message that all people are equal and should have a place at the table. ഈ കവിതയുടെ മെസ്സേജ് ഓൾ ആർ ഈക്വൽ ഇൻ ദിസ് വേൾഡ്, ഈ ലോകത്തിൽ എല്ലാവരും സമന്മാരാണ് എന്ന ഒരാശയമാണ്. ആൻഡ് ദ ലാസ്റ്റ് 4 lines emphasize the theme that black is beautiful. ബ്ലാക്ക് ആണ് സുന്ദരം എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ, എന്ന ഒരു പ്രാർത്ഥനയിൽ, എന്ന ഒരു ആശയത്തിലാണ് ഈ കവിത അവസാനിക്കുന്നത്. Then we can move on to the poem. കവിതയിലേക്ക് പോകാം. I Too Sing America. I Too Sing America by Langston Hughes. I am the darker brother. അദ്ദേഹം പറയുന്നു,
The speaker says that I am the darker brother. The white and the black are brothers. അവർ രണ്ടുപേരും അമേരിക്കയുടെ മക്കളാണ്. അമേരിക്കയുടെ മക്കളായ ഈ ബ്ലാക്ക് പീപ്പിളും വൈറ്റ് പീപ്പിളും അവർ സഹോദരന്മാരാണ്. ഐ ആം ദ ഡാർക്കർ ബ്രദർ. ഞാനൊരു ബ്ലാക്ക് മാൻ ആണ്. ആൻഡ് they send me to eat in the kitchen. They means the white people send me. എന്നെ പറഞ്ഞയച്ചു എവിടേക്കാണ്? ടു ഈറ്റ് ഇൻ ദ കിച്ചൺ. ദേ ആസ്ക്ഡ് മീ ടു ഈറ്റ് ഇൻ ദ കിച്ചൺ. എവിടെ? ഐ ലോസ്റ്റ് മൈ പ്ലേസ് ഇൻ ദ ടേബിൾ ആൻഡ് ദേ ആസ്ക്ഡ് മീ ടു ഈറ്റ് ഇൻ ദ കിച്ചൺ. വെൻ കമ്പനി അറൈവ്സ്. എപ്പോഴാണ് പറഞ്ഞത്? വെൻ കമ്പനി അറൈവ്സ്. അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവിടെ എത്തുന്ന സമയത്ത് ദ വൈറ്റ് മെൻ ഓർ ദ വൈറ്റ് പീപ്പിൾ ആസ്ക്ഡ് മീ ടു ഈറ്റ് ഇൻ ദ കിച്ചൺ. ബട്ട് ഐ ലാഫ്. പക്ഷെ എനിക്ക് സങ്കടം തോന്നിയില്ല. ആ ഒരു ഐ ലാഫ് മീൻസ് ഐ ഗെറ്റ് കോൺഫിഡൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ ചിരിച്ചു. ഇവിടെ ഐ ആം നോട്ട് അഫ്രൈഡ് ഓർ ഐ ഡു നോട്ട് ഫെൽറ്റ് സാഡ്. എനിക്ക് ദുഃഖം തോന്നിയില്ല, എനിക്ക് പേടി തോന്നിയില്ല, എനിക്ക് സങ്കടം തോന്നിയില്ല. മറിച്ച് ഐ ലാഫ് ആൻഡ് ഈറ്റ് വെൽ. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. എവിടെ പോയിട്ട്? അടുക്കളയിൽ പോയിട്ട് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ആൻഡ് ഗ്രോ സ്ട്രോങ്. ഞാൻ എന്തായി മാറി? ആൻഡ് ഗ്രോ സ്ട്രോങ്. ഇവിടെ ഭക്ഷണം കഴിച്ച് സ്ട്രോങ് ആയി എന്നുള്ള അർത്ഥമല്ല. ഈ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ കരുത്തുൾക്കൊണ്ടു. കാരണം എൻ്റെ അവഗണനയാണ് അവിടെ. ആ അവഗണനയിൽ നിന്ന് ഞാൻ കരുത്തുൾക്കൊണ്ടു. സോ ഐ വാസ് ഓർ ഐ ആം സ്ട്രോങ് നൗ. ഞാനിപ്പോൾ സ്ട്രോങ് ആണ്. കാരണം എന്നെ ആ ടേബിളിൽ നിന്നും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിൽ നിന്നും എന്റെ സ്ഥാനം അടുക്കളയിലേക്ക് മാറ്റി. ആ അടുക്കളയിൽ നിന്ന് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഞാൻ സ്ട്രോങ് ആയി. ദാറ്റ് മീൻസ് ഐ ഗെറ്റ് കോൺഫിഡൻസ് ത്രൂ ദീസ് ബാഡ് എക്സ്പീരിയൻസസ്. ഈ ബാഡ് എക്സ്പീരിയൻസിലൂടെ എനിക്ക് കോൺഫിഡൻസ് കിട്ടി. ഇനിയിപ്പോ എന്താണ്? ടുമോറോ ദ സ്പീക്കർ കൺസോൾസ് ഹിംസെൽഫ് ആൻഡ് ഹി ഈസ് മോർ കോൺഫിഡൻറ്റ്. അയാള് ഹി ഈസ് ഓപ്റ്റിമിസ്റ്റിക് ഇൻ നേച്ചർ. അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്താ പറയുന്നത്? ടുമോറോ, നാളെ എന്ത് ചെയ്യും? ഐ വിൽ ബി അറ്റ് ദ ടേബിൾ. എന്നെ ഒഴിവാക്കിയ ഈ ടേബിളിൽ ഞാനുണ്ടാകും. വെൻ ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കം ഐ വിൽ ബി ദെയർ അറ്റ് ദ ടേബിൾ. ഞാൻ ആ ടേബിളിൽ ഉണ്ടാകും. എപ്പോഴാണ്? നാളെ. നാളെ മീൻസ് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഞാൻ ആ ടേബിളിൽ ഉണ്ടാകും. ആൻഡ് നോബഡി വിൽ ഡെയർ ടു സേ മീ ദാറ്റ് ഈറ്റ് ഇൻ ദ കിച്ചൺ. എന്താണ്? നോബഡി ഹാസ് ദ കറേജ്. ആർക്കും ധൈര്യം ഉണ്ടാകില്ല എന്നോട് പറയാൻ. എന്ത് പറയാൻ? ഈറ്റ് ഇൻ ദ കിച്ചൺ. എവിടെ പോയിട്ട്? അടുക്കളയിൽ പോയി ഭക്ഷണം കഴിക്കൂ എന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടാകില്ല. ദെൻ ആ സമയത്ത് ആർക്കും അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായില്ല. കാരണം there will be no segregation. The poet or the speaker consoles himself that there will be no segregation between black and the white. Besides, അതുകൂടാതെ they will see how beautiful I am. അവർ കാണും മീൻസ് they will understand. അവർ മനസ്സിലാക്കും. how beautiful I am. ഞാൻ എത്രത്തോളം സുന്ദരനാണ്. ഹിയർ മൈ ബിഹേവിയർ, ത്രൂ മൈ ബിഹേവിയർ ഐ വിൽ ബി ബ്യൂട്ടിഫുൾ. ഔട്ട്വേർഡ് അപ്പിയറൻസ് അല്ല പറയുന്നത്, മറിച്ച് എൻ്റെ ഈ പെരുമാറ്റത്തിലൂടെ, എൻ്റെ ഈ സ്വഭാവത്തിലൂടെ എത്രത്തോളം സുന്ദരമാണ്, എത്രത്തോളം മനോഹരമാണ് ഞാനെന്ന് മനസ്സിലാക്കും. ഇവിടെയൊക്കെ നമുക്ക് വി ക്യാൻ സി ഇൻഡയറക്റ്റ് മീനിങ് കാണാൻ സാധിക്കും. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഐ വിൽ ബി സ്ട്രോങ്, ഈറ്റ് ഇൻ ദ കിച്ചൺ ആൻഡ് ഗെറ്റ് സ്ട്രോങ് എന്ന് പറഞ്ഞു. അവിടെ അടുക്കളയിൽ പോയി ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിച്ചു എന്നല്ല, മറിച്ച് ത്രൂ ദീസ് ബാഡ് എക്സ്പീരിയൻസസ് ഹി ഗെയിൻഡ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദേ വിൽ സീ മീ ഹൗ ബ്യൂട്ടിഫുൾ. അവര് മനസ്സിലാക്കും ഹൗ ബ്യൂട്ടിഫുൾ ആയ ഞാൻ എത്രത്തോളം സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് എന്നവര് മനസ്സിലാക്കും. ഇവിടെ സൗന്ദര്യം എന്നുള്ളത് ഇറ്റ് ഈസ് ത്രൂ മൈ ക്യാരക്ടർ. കാരണം ഇവിടെ പ്രതികരിച്ചിട്ടില്ല. അടുക്കളയിൽ പോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് അവിടെ പ്രതികരണം നടന്നില്ല, മറിച്ച് നേരെ പോയി ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത്. അവിടെ പറയുന്നു ഐ ലാഫ് എന്നാണ് പറയുന്നത്, ഞാൻ ചിരിച്ചു. സാധാരണ നമ്മളാണെങ്കിൽ അങ്ങനെ കരയുക ചെയ്യാം അല്ലെ. അപ്പൊ അവിടെ കരയാതെ നേരെ ആ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിച്ചാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നു these white people will understand my character and be ashamed and they will get ashamed. അവർക്ക് നാണക്കേട് തോന്നും എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കണ്ടിട്ട്. they will feel ashamed.
ആൻഡ് ഐ ടു ആം അമേരിക്കൻ. പിന്നീട് പറയുന്നു ഞാനും ഒരു അമേരിക്കനാണ്, കാരണം എൻ്റെ സഹോദരനോടാണ് ഇത് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആർ ദി ബ്രദേഴ്സ്. അപ്പൊ സ്വന്തം സഹോദരനോടാണ് ഇങ്ങനെ ചെയ്തത് എന്നോർത്തിട്ട് ദീസ് വൈറ്റ് പീപ്പിൾ വിൽ അഷെയിംഡ് ഓഫ് ദംസെൽസ്. അവർക്ക് സ്വയം ആ ഒരു നാണക്കേട് തോന്നും. ബിക്കോസ് ഐ ആം ആൻ അമേരിക്കൻ, ഐ ടു ആം അമേരിക്കൻ. ഞാനൊരു അമേരിക്കക്കാരനാണ്, എന്നോടാണ് ഈ അമേരിക്കയുടെ ഒരു ഭാഗമായ എന്നോടാണ് ഈ വൈറ്റ് ജനത ഇങ്ങനെ ചെയ്തത്. സോ they will feel ashamed of themselves. Here the poet used a lot of symbols. The first one is kitchen. It is unequal treatment faced by the black Americans. Kitchen എന്നുള്ളത് ഒരു സിമ്പലാണ്. ഈ സിമ്പൽ അൺഈക്വൽ ട്രീറ്റ്മെന്റ് ഫേസ്ഡ് ബൈ ദി ബ്ലാക്ക് അമേരിക്കൻസ്. ബ്ലാക്ക് അമേരിക്കൻസിന് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു അൺഈക്വൽ ട്രീറ്റ്മെന്റ്, അവരെ പരിഗണിക്കാതിരുന്ന അല്ലെങ്കിൽ തുല്യരാണെന്ന് കരുതാതിരുന്ന ഒരവസ്ഥയാണ് ഇവിടെ കിച്ചൺ കാണിക്കുന്നത്. ടേബിള് നമ്മൾ പറഞ്ഞു, ടേബിളിൽ നിന്നും അവരുടെ സ്ഥാനം അടുക്കളയിലേക്ക് പോയി എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഷോസ് ദി ഇൻഇക്വാലിറ്റി. Black people were often employed as domestic workers for white families for preparing food and caring for children. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ വൈറ്റ് ജനതയുടെ വീട്ടില് സെർവൻസ് ആയിട്ടും കുട്ടികളെ നോക്കാനും ഒക്കെ ജോലി ചെയ്യുന്നത് ഈ ബ്ലാക്ക് പീപ്പിൾ ആണ്. ദ വൈറ്റ്സ് ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദം ഈവൻ ദോ ദേ ഗെറ്റ് ബെനിഫിറ്റ് ഫ്രം ദം. ഈ ആളുകളെ കൊണ്ട്, ഈ ബ്ലാക്ക് ജനതയെ കൊണ്ട് അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അവരുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വരെ ആവശ്യമുണ്ട് എങ്കിലും ഒരിക്കലും ദേ ആർ നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദീസ് ബ്ലാക്ക് പീപ്പിൾ. നെക്സ്റ്റ് സിമ്പൽ കമ്പനിയാണ്. ഇറ്റ് ഷോസ് ദി വൈറ്റ് സൊസൈറ്റി. കമ്പനി, വെൻ കമ്പനി അറൈസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ കമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ വൈറ്റ് സൊസൈറ്റി. The white people never considered the black as their brother and they tried to exclude these people from their company. ആ ബ്ലാക്ക് ജനതയെ അവരുടെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പിൽ നിന്ന്, കമ്പനി എന്ന് പറയുന്നത് ഇവിടെ ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമിക്കുക. Then next one is table. Table shows respect. It is a place of respect and it is mainly for the white people. A white people ആണ് ടേബിൾ ഉള്ളത് and the black people are forced to stay at the kitchen. These are the main points. ഇതിൽ ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. ഐ ടു സിംഗ് അമേരിക്ക എന്നുള്ള ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. പിന്നീട് the grievances that the speaker explains in this poem. The grievances that the speaker explain in this poem, അത് ചോദിക്കാം. അതേപോലെ തന്നെ what is the optimism of the speaker. ഇത്രയാണ് ഇതിനകത്തെ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.